നിന്നാണ് ആ 10 കവി. അതിൽ 10 ആയിട്ടില്ല, അതിൽ ഒന്ന് ആയിട്ടുണ്ടെന്ന് എനിക്ക് പറയാം. അതൊന്ന് പുലിമുരുകനിൽ ഓസ്കാറിന് നോമിനേഷൻ കിട്ടിയ പാട്ടാണ്. അതായത് മാനത്തെ മാരിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ മാടത്തെ മാടക്കിടങ്ങൾ വാവുറങ്ങാരോ വാവാവം പാടിയുറക്കാനില്ലിന്നമ്മയൻ പൊന്നേ ചരത്തെ നോവു താരാട്ടിൽ നീ ഉറങ്ങാര. ആ പാട്ട്. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചാല് ചെമ്പകപ്പൂങ്കാട്ടില്, പിന്നെ വേറെ മാവിൻ ചോട്ടിലെ മണമുള്ള മധുരം, അതൊക്കെ കുറച്ച് ഒരുവിധം നിൽക്കുന്ന പാടാണ്. പിന്നെ മഴ മാഞ്ഞു പോയി, കേട്ടാലും കേട്ടില്ല, അങ്ങനെ കുറെ ആ ഒരു ജീവിതാനുഭവങ്ങൾ തന്നെയാണ് കവിതയായാലും പാട്ടായാലും അടിസ്ഥാനപരമായി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന കാര്യം. അപ്പം അമ്മയെ കുറിച്ച് എഴുതിയിട്ട് അമ്മേ നെരിപ്പോട് പോലെന്തോ കത്തുന്നു ഹൃദയത്തിൽ നിന്റെ ദുഃഖത്തെ കുറിച്ചുള്ള ദുഃഖം. ഒട്ടിയ വയറുമായി നീ പണ്ടു കണ്ട സ്വപ്നത്തിലേക്ക് എനിക്ക് എത്ര ദൂരം വയസ്സായിടുന്നെനിക്കമ്മേ നീ പണ്ടു കൂനി നടന്നൊരാ കാലത്തിൽ ഞാനെത്തുന്നു നീ തന്ന കൂനാത്ത നട്ടെല്ലുമായി എന്ന് തുടങ്ങുന്നൊരു കവിത ഉണ്ട് അമ്മയെ കുറിച്ച്. അപ്പൊ സ്വാഭാവിക അനുഭവങ്ങളിൽ നിന്നാണ് കവിത. അതുപോലെ ഈ കവി നടക്കുന്ന പാതയും കൂടെ ശരിക്കും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒരു ഇടത് ചിന്തകൻ എന്നുള്ള രീതിയിലും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നത് കൊണ്ടുകൂടി പലയിടത്തും എക്സിസ്റ്റൻസ് നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടെ നമ്മൾക്ക് ഈ കവിതകൾ സഹായിക്കുന്നുണ്ട്. പക്ഷേ രക്തസാക്ഷികൾ എല്ലാവരെയും സ്വാധീനിക്കുന്ന ഒരു കവിതയാണ്. അതൊരു ഇടതുപക്ഷ പാർട്ടി പ്രോമിനൻസ് കിട്ടുമ്പോഴും പക്ഷേ രക്തസാക്ഷികൾ അതിനകത്ത് ഗ്ലോറിഫിക്കേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ രക്തസാക്ഷികളെക്കുറിച്ച് എഴുതുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അയാൾ ചെയ്ത ത്യാഗത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. നമുക്കറിയാം രക്തസാക്ഷി ആരാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിങ്ങനെ നീറും. അവൻ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തെ നമ്മൾ ജ്വലിപ്പിച്ചിട്ടില്ല ഒന്ന് ഓർത്തിട്ട് നമ്മൾ പോലും പരിതപിക്കും, കുറ്റബോധം തോന്നും. കാരണം അയാൾ നമുക്ക് വേണ്ടി മരിച്ചത്, നമുക്ക് വേണ്ടി സമരം ചെയ്തവർ, നമുക്ക് വേണ്ടിയിട്ട് വെടിയുണ്ട ഏറ്റവർ, അതും ചെറിയ സമരങ്ങൾക്ക് പോലും വെടിയുണ്ട ഏറ്റ നാടാണ് ഈ നാട്. അപ്പം അവിടെ വലിയ സമരങ്ങൾക്ക് വെടിവെച്ച് കൊല്ലപ്പെട്ടവർ, എന്തിന് ഗാന്ധിജി പോലും കൊല്ലപ്പെടുമ്പോൾ നമ്മുടെ ഉള്ള്, അവരെ പിന്തുടരുന്ന നമ്മുടെ ഉള്ള് അപ്പോൾ വേദനിക്കും. കാരണം അവർ വിഭാവനം ചെയ്ത ലോകത്തെ നമ്മളിപ്പോഴും നിർമ്മിച്ചെടുത്തിട്ടില്ല. രക്തസാക്ഷി ആ തരത്തിൽ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് പോകുന്നൊരു കവിതയാണ് രക്തസാക്ഷി. അവനവന് വേണ്ടി അല്ലാതെ അവരെന്നെ ചുരുരക്തം ഏകിയോൻ രക്തസാക്ഷി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും രക്തസാക്ഷി ആരാണെന്ന്. ഇപ്പൊ രജനീഷ് സൂചിപ്പിച്ച പോലെ ഞാൻ എൻ്റെ ഇടതുപക്ഷ ബോധം എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കുണ്ടായതാണ്. എൻ്റെ ജീവിത സാഹചര്യങ്ങളാണ് എന്നെ ഒരു ഇടതുപക്ഷ അനുഭാവിയാക്കുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷ വായനയ്ക്കിടയാക്കിയത്. ഇടതുപക്ഷ ചിന്തകൾക്കോ ഇടതുപക്ഷ എന്താ കൂടപ്പോക്കിനോ ഒക്കെ എന്നെ ഇടയാക്കിയത് എൻ്റെ ബാല്യമാണ് എൻ്റെ. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ തന്നെയാണ്. ഈ രക്തസാക്ഷി എന്ന കവിത സത്യത്തിൽ പറയുകയാണെങ്കിൽ രക്തസാക്ഷികൾ എപ്പോഴും എനിക്കൊരു അത്ഭുതമാണ്. നമ്മളെല്ലാം ജനിക്കുമ്പോൾ ജനിക്കുന്നവരല്ലേ, പക്ഷെ രക്തസാക്ഷികൾ മരിക്കുമ്പോൾ ജനിക്കുന്നവരല്ലേ, അതാണ്. അപ്പോൾ ആ ഒരു ഭയങ്കരമായൊരു ഇതുണ്ട്. ആ ഒരു ചിന്തയാണ് ഒരു രക്തസാക്ഷിക്ക് എൻ്റെതായ ഒരു നിർവചനം എന്ന നിലയിലാണ് ആ കവിത ഞാൻ എഴുതുന്നത്. എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രക്തസാക്ഷി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ, അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ, നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ, പ്രിയമുള്ളതെല്ലാം ഒരു ജ്വല സത്യത്തിന് ഊർജമായി ഉട്ടിയോൻ രക്തസാക്ഷി. എവിടെയോ കത്തിച്ചു വച്ചോരു ചന്ദന തിരി പോലെ എരിയുവോൻ രക്തസാക്ഷി. തൂക്കൂമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. തൂക്കൂമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി.
രക്തസാക്ഷി അങ്ങനെ. അപ്പോൾ രക്തസാക്ഷികളെ സംബന്ധിച്ച് അതാണ് ഞാൻ പറഞ്ഞതുപോലെ, എനിക്ക് അതിനെക്കുറിച്ച് എന്താണോ എൻ്റെ മനസ്സിലുള്ള രക്തസാക്ഷി സങ്കല്പം അതിനെ ഒരു നിർവചനമാക്കണമെന്ന ചിന്തയിൽ നിന്നാണ് ഈ കവിത ഉണ്ടാകുന്നത്, രക്തസാക്ഷി. അപ്പോൾ ലോകത്ത് രക്തസാക്ഷി ദിനമായി നമ്മൾ കൊണ്ടാടുന്നത് തന്നെ ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സങ്കല്പത്തെയാണ് ഞാനതിൽ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പാട്ടുകൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ പാട്ടായാലും കവിതയായാലും തീർച്ചയായും ഇങ്ങനെയുള്ള ബോധങ്ങളും പിന്നെ അനുഭവങ്ങൾ. പിന്നെ രജനീഷ് ചോദിച്ചതുപോലെ ഈ ആരാധകരെ കുറിച്ച് ചോദിച്ചില്ലേ, തീർച്ചയായിട്ടും ഈ ആരാധകർ എന്ന് പറയുന്നത് നമുക്ക് എവിടെയും ഒരു വീട് തരുന്നവരാണ്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കവിതയെ നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കവിത ഞാൻ എഴുതി ആലപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെൻ്റെ സ്വന്തമല്ല, അത് ആസ്വാദകൻ്റെ സ്വന്തമാണ്. അവൻ്റെ കൂടെ എലൈറ്റ്മെൻറ്റ് കൊണ്ടാണ് ആ കവിത വളരെ വലുതായി മാറുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ലോകം മുഴുവനുള്ള പിന്നെ മലയാളികളുടെ ഹൃദയത്തിൽ എൻ്റെ കവിത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തെല്ലായിടത്തും കവിതയ്ക്കൊരു സ്പേസ് ഉണ്ട്, കവിക്കൊരു ഇടമുണ്ട്. അതാണ് ഈ ആരാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ല വേറെ കാര്യമൊന്നുമില്ല. അത് വളരെ സന്തോഷകരമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ രജനീഷിനും ഇല്ലേ കടുത്ത ആരാധകർ ലോകം മുഴുവനില്ലേ. അതിൻ്റെതായ ഒരു ഇതുണ്ട്. അവരാണ് നമ്മളെ ജീവൻ എന്ന് പറയുന്നത്, അവരാണ് യഥാർത്ഥ ആസ്വാദകർ എന്ന് പറയുന്നത്. ഒരു ഇല കിട്ടും, ഒരു ഇല നമുക്കുണ്ടാവും, ഒരു ഇല എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അതാണ്. പിന്നെ അനുഭവങ്ങൾ പലതരത്തിലുണ്ട് ജീവിതത്തിൽ. പിന്നെ കവിത ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പലതുണ്ട്. കവിത ആലപിക്കാതെ അല്ലാതെ എനിക്ക് അടുത്ത കാലത്തുണ്ടായ ഒരു നല്ലൊരു ഗംഭീര അനുഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു കവിതയ്ക്ക് ഒരു വലിയ സമ്മാനം കിട്ടിയ അനുഭവമാണ്. ഒരു വലിയ അവാർഡ് കിട്ടി. അതായത് ഈ തിരുവനന്തപുരത്ത് തന്നെ വിഴിഞ്ഞത്ത് ഒരു കുഞ്ഞു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെടുത്തിയ ഒരു മീറ്റിങ്ങിന് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ പോകുമ്പോൾ അവിടെ നോട്ടീസൊന്നും വളരെ സാധാരണ ശ്രദ്ധിക്കാതെ വേണ്ടപ്പെട്ട ഒരാൾ വിളിച്ചുകൊണ്ട് പോയതാണ്. പക്ഷേ അവിടെ കയറി ഇരിക്കുമ്പോൾ നോട്ടീസ് നോക്കുമ്പോഴാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഞാനും അവിടുത്തെ മോസ്കിലെ പ്രധാന പുരോഹിതനും പിന്നെ അവിടുത്തെ CSI ചർച്ചിൻ്റെ സെക്രട്ടറിയും ചേർന്നാണ് വിളക്ക് കൊടുക്കുന്നത്. ഞങ്ങൾ 3 പേരും കൂടെ ഇതാണ് ഏറ്റവും ഗംഭീരമായി എനിക്ക് തോന്നി. കാരണം അങ്ങനെ ഒരു നിലവിളക്ക് കൊളുത്താൻ ഈ മൗലവി തയ്യാറാവുന്നു എന്ന് പറയുന്നത്, അതുപോലെ എല്ലാവരും ചേർന്ന് ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുക, എനിക്ക് വലിയ സന്തോഷം. ഈ വഴുക്കുന്ന വർത്തമാന കാലത്തിലെ അതൊരു വലിയ മാതൃകയായിട്ട് എനിക്ക് വല്ലാതെ. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ആ സമയത്ത് ഈ സ്വാഗതം പറഞ്ഞ ആള് ഒരു കാര്യം, അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ ക്ഷേത്രം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെയുള്ള ഒരു മുസ്ലിം സഹോദരൻ കൊടുത്ത 4 സെൻറ്റ് സ്ഥലവും, അവിടുത്തെ CSI സഭയുടെ സെക്രട്ടറി ഇദ്ദേഹമല്ല 14 വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു CSI ചർച്ചിൽ നിന്ന് 8 സെൻറ്റ് സ്ഥലവും, അവിടുത്തെ ഒരു ഭക്തൻ കൊടുത്ത 10 സെൻറ്റ് സ്ഥലവും ചേർന്നതാണ് അവിടെ ആ ക്ഷേത്രം. പണ്ടുണ്ടായിരുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രം പുനരുദ്ധരിച്ച് വലുതാക്കാൻ അവിടുത്തെ വസ്തു വെറുതെ വിട്ടുകൊടുത്തത് ഒരു മുസ്ലിം സഹോദരനും ഒരു ക്രിസ്ത്യൻ സുഹൃത്തുമാണ്. ബാക്കി വേറൊരാളും കൊടുത്തു. ഇതിലാണ് ആ ക്ഷേത്രം ഇരിക്കുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ അവരൊരു പുതിയ പിന്നെ മണ്ഡപം ഒരു ഹാള് തുടങ്ങി. ഇപ്പോൾ ഒരു ചെറിയ ഹാള്. ആ ഹാളിന് അവർ കൊടുത്തിരിക്കുന്ന പേര് ഞാൻ കണ്ടു, മതസൗഹാർദ്ദ ഹാൾ എന്നാണ്. അങ്ങനെയാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോയി എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പം പിന്നെ നമ്മുടെ CSI ചർച്ചിൻ്റെ സെക്രട്ടറി ഗംഭീരമായിട്ട് സംസാരിച്ചു, പള്ളിയുടെ പുരോഹിതൻ നന്നായി സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും വർത്തമാനമൊക്കെ പറഞ്ഞ് കവിതയൊക്കെ ചൊല്ലിയിരുന്നു. അപ്പം ഞാൻ ചൊല്ലിയ കവിത ഇതായിരുന്നു. ഈ മദേഴ്സ് ഡേ എന്നൊരു കവിത. അമ്മമാരെ ഇപ്പോൾ വയസ്സാവുന്ന ആളുകളെ ഇപ്പോൾ ആർക്കും വേണ്ടാത്തൊരു സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കൾക്ക് ബാല്യം കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് അവർ വാർദ്ധക്യം തരില്ല. അപ്പോൾ എല്ലായിടത്തും വൃദ്ധസാധനങ്ങളാണ്. അപ്പോൾ മാത്രമല്ല, എൻ്റെ ഈ പ്രവാസിയായ എൻ്റെ ഒരു സുഹൃത്ത് തനിക്ക് തൻ്റെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് വേദനിച്ചൊരു എന്നോട് വർത്തമാനം പറഞ്ഞു. വലിയ ഉന്നത നിലയിൽ വിദേശ രാജ്യത്ത്, കൊള്ളാവുന്ന ഒരു വിദേശ രാജ്യത്ത് ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കുഞ്ഞായിരിക്കുമ്പോൾ അദ്ദേഹത്തെ എന്തുമാത്രം വേദനിച്ചും സന്തോഷത്തോടെയും ത്യാഗങ്ങൾ സഹിച്ചുമാണ് അമ്മ വളർത്തി. പക്ഷേ ആ അർത്ഥത്തിൽ അമ്മയെ ഒരർത്ഥത്തിലും ആ പ്രായമായ കാലത്ത് കൊള്ളാവുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിൻ്റെ വേദന. അപ്പോൾ അതാണ് ഞാൻ ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത്. അപ്പം ഞാൻ ആ കവിത അവതരിപ്പിച്ചു.